ഉണ്ടായിരുന്ന കുടുംബവും ഈ ഷഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ഈ ചാനലിന് റസൂൽ പൂക്കുട്ടിയുടെ പൈസ ഈ ചാനലിന് വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രൂഫുകൾ നമ്മളെ കയ്യിലുണ്ട്. അത് അത്രയും കഷ്ടപ്പെട്ട് ഓരോ വിഷയത്തിനുമേൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതാണ്. സജിനയും ഇവരൊക്കെ മാത്രമായിരിക്കും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വളരെ വ്യക്തമായിട്ട് അതിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത്, ഒരു ആക്രമണം നമുക്കെതിരെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കെതിരെ നിന്ന കുറേ അധികം മനുഷ്യർ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ആക്രമിക്കുന്ന ഒരു സാഹചര്യം, അത് സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം നമ്മളത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് വലിയ രീതിയിൽ. എനിക്ക് തോന്നുന്നു ഇപ്പൊ സന മനസ്സിലാക്കിയെടുത്തോളം. പക്ഷെ ഞാൻ എപ്പോഴും പറയട്ടെ, ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നമുള്ളത്. ഇപ്പൊ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ ഒന്നും എനിക്ക് വലിയ രീതിയിൽ ആക്രമിക്കാൻ കൂടുതലൊരു ത്വര കാണിക്കുന്നത്. അത് എൻ്റെ അക്കൗണ്ടിനകത്ത് ഏറ്റവും കൂടുതൽ സംഘപരിവാർ തന്നെയാണ് കൂടുതലുള്ളത്. കാരണം എൻ്റെത് ഒരു 180K പുറത്ത് ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ടാണ്. പൊതുവെ എനിക്ക് അതിനകത്ത് തീവ്ര മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളും ഈ പറഞ്ഞ സംഘപരിവാർ അജണ്ടയിലെ ആളുകളും ഇന്നെ കോർണിഷ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കാരണം ഞാനത് തീവ്ര മുസ്ലിംസ് എന്ന് പറയുമ്പോഴത്തേക്കും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരല്ല, അതിൽ തീവ്രമായിട്ട് വിശ്വസിക്കുന്ന ആളുകൾ, അതായത് നമ്മളെന്ന് വിശ്വസിക്കുന്ന മുസ്ലിം മതജാതി വിവേചനം അടക്കം ഈ മുസ്ലിം ആണെന്ന് പുറത്ത് പ്രൗഡായിട്ട് പറയുന്ന ഒരാളാണ്. അതെ, അത് അവർക്ക് പറ്റത്തില്ല. കാരണം ഞാൻ മറ്റേ നമ്മുടെ ആചാരപ്രകാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റം പോലെ ജീവിക്കണം. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുസ്ലിം അല്ല, അത് അവരാണ് തീരുമാനിക്കുന്നത്, ഞാനല്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ സംഘപരിവാറും തീവ്ര മുസ്ലിംസും ഇല്ലെങ്കിൽ ഒരു കൂട്ടം നമുക്കെതിരെ മെനിനിസ്റ്റ് എന്ന് പറയുന്ന ഒരു കൂട്ടം വിട്ടുപോയി. അത് വിട്ടുപോയത് എന്ന് വെച്ചാല് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പ്രത്യേകിച്ച് മൈനോറിറ്റി മനുഷ്യരെ സപ്പോർട്ട് ചെയ്ത കാലഘട്ടം മുതൽ എന്നെയും മൈനോറിറ്റി മനുഷ്യരെയും അല്ലാതെ സ്ത്രീകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് ഒരു വലിയൊരു ആക്രമണത്തിലേക്ക് ഫേസ്ബുക്ക് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ മാത്രം ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു മറ്റ് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ മാരകമായിട്ടുള്ള ഒരു സപ്പോർട്ട് സനയ്ക്ക് വിഷയത്തിൽ കിട്ടുന്നുണ്ട്.